നാം വായിച്ച വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായർക്കെഴുതിയ ലേഖനം ആരാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വിശുദ്ധ പൗലോസ് അല്ല അത് എഴുതിയത് എന്നുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കം. ഏതായാലും പുതിയ നിയമ വിശ്വാസികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന, ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ലേഖനമാണ് എബ്രായർക്കെഴുതിയ ലേഖനം. ഈ 11-ാം അധ്യായം അറിയപ്പെടുന്നത് വെസ്റ്റ്മിനിസ്റ്റർ ആബി ഓഫ് ബൈബിൾ എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം. നമുക്കറിയാമല്ലോ, വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹാരഥന്മാരായ ചക്രവർത്തിമാരെയും ആർച്ച് ബിഷപ്പുമാരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടക്കം ചെയ്യുന്ന സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ചാപ്പലാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി. വിശുദ്ധ വേദപുസ്തകത്തിലെ പിതാക്കന്മാരുടെ നിര്യാണ വാർത്ത ചേർത്തിരിക്കുന്ന അധ്യായമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം. അതുകൊണ്ടാണ് ഇത് വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന് അറിയപ്പെടുന്നത്. വിശ്വാസ പിതാക്കന്മാരുടെ എല്ലാവരുടെയും മിക്കവരുടെയും പേരുകൾ ഈ അധ്യായത്തിലുണ്ട്. നാം ഇന്ന് വായിച്ചത് വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. പഴയ നിയമസഭയിലെ, അതായത് സഭയുടെ 1-ാമത്തെ അംഗമാണ് അബ്രഹാം. പഴയ നിയമസഭയുടെ തുടർച്ചയാണ് പുതിയ നിയമസഭ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അബ്രഹാമിനെ നമ്മുടെ പിതാവായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. പഴയ നിയമസഭയുടെയും പുതിയ നിയമസഭയുടെയും ഒക്കെ പിതാവാണ്, ആദ്യത്തെ അംഗമാണ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങൾ 11 അധ്യായങ്ങൾ ലോക ചരിത്രം മുഴുവനായിട്ടാണ് പറയുന്നത്. സൃഷ്ടിപ്പിനെക്കുറിച്ചൊക്കെയുള്ള വിവരണമാണ് പറയുന്നത്. എന്നാൽ 12-ാം അധ്യായം മുതൽ ഒരു പ്രത്യേക സമൂഹത്തെ നിർമ്മിച്ച് അവരെ അനുഗ്രഹിച്ച് അവരിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് ദൈവം ആദ്യമായി വിളിക്കുന്നയാളാണ് അബ്രഹാം. 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ദൈവവിളിയും അതിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരവുമാണ്. ഗോഡ്സ് കോൾ ആൻഡ് മാൻസ് റെസ്പോൺസ്. കാലാകാലങ്ങളിൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നു. മനുഷ്യർ അതിനോട് പല രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ ചരിത്രമാണ് വേദപുസ്തക ചരിത്രം. നമ്മളെല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. ഉണ്ടോ? നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടോ? സാധാരണ എല്ലാവരും പറഞ്ഞത് എന്ത് വാച്ചാൽ ദൈവം വിളിക്കുമ്പോൾ അങ്ങ് പോകണം. ആ വിളിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദൈവം നമ്മളെ എത്രയോ പ്രാവശ്യം പല സംഭവങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളിയോടൊന്നും നമ്മൾ പ്രതികരിക്കത്തില്ല. കാരണം നമുക്കറിയാം, ദൈവവിളി വേദനാജനകമാണ്, ദൈവവിളി നഷ്ടമാണ്, ദൈവത്തെ അനുസരിച്ചാൽ നോവും, ദൈവത്തോടുള്ള കൂടെയുള്ള യാത്ര ഒട്ടും സുഖകരമല്ല, ലാൻഡിങ് സേഫ് ആയിരിക്കുമെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം, ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ അത് പ്രയാസമാകും, നഷ്ടമാകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നവരാണ്. മർത്തോമാക്കാരും CSIക്കാരും, ഞാൻ മർത്തോമയാണ്, CSI മർത്തോമ സഭയും സഹോദര സഭകളാണെന്ന് പറയുന്നത്. അത് ഒരേ സ്വഭാവമാണ് നമുക്ക്. എത്രയോ പ്രാവശ്യം ദൈവവിളി കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലിരിക്കുകയാണ് അല്ലേ? അതിനോടൊന്ന് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഒരാളുടെ ചരിത്രം പുതിയ നിയമത്തിലുണ്ട്. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന ഒരാളാണ്. കുളക്കര എന്ന് പറയുന്നത് അന്നത്തെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. സാധാരണ ദൈവം വിളിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വലിയ ഹോസ്പിറ്റലിൽ വെച്ചാണ്. തിരുവനന്തപുരത്ത് ഒരുപാട് വലിയ ഹോസ്പിറ്റലുള്ളതുകൊണ്ട് ദൈവം അവിടെ നിന്നെല്ലാം മനുഷ്യരെ വിളിക്കും. പക്ഷേ ചെറിയ ഹോസ്പിറ്റലിൽ വെച്ച് വിളിച്ചാൽ ദൈവവിളിയായിട്ട് നമ്മൾ അംഗീകരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ 38 വർഷമായിട്ട് അവിടെ കിടപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ സന്ദർശിക്കുകയാണ്. എന്നിട്ട് വളരെ വ്യക്തമായി, സിമ്പിളായി കർത്താവ് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്തൊരു ചോദ്യമാണത്! വളരെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ദൈവം അല്ലെങ്കിൽ ഇങ്ങനെ വളരെ സിമ്പിളായി സംസാരിക്കുന്നവനാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ. കർത്താവ് എന്താ ചോദിക്കുന്നത്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ എന്തോ പറഞ്ഞു? നിങ്ങൾക്ക് ഉറക്കം വരുന്ന അറിയാനാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് ഉറക്കം വരും. എനിക്ക് തന്നെ ഉറക്കം വരും നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട്. അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ടോ? അവനോട് ചോദിക്കണമല്ലേ. അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തോ പറയുന്നേ? എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. അവനോട് അതുപോലും ചോദിച്ചോ?
അവനോട് അത് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തലയിലെന്ന തിരുവല്ല എവിടെ പോകാം ഓലക്കെട്ട്. തലയിലെന്ന തിരുവല്ല എവിടെ പോകാം ഓലക്കെട്ട് എന്ന് പറഞ്ഞ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ല. പിന്നെ ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ ഇവൻ ചാടും. അതായത് ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ വേറെ ഉത്തരം പറയുകയാണ്, ഒഴിവ് കഴിവ് പറയുകയാണ്. കാരണം ഇവനറിയാം സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു കയറി സൗഖ്യമാക്കും. സൗഖ്യമാക്കിയാൽ എന്തൊക്കെയാണ് നഷ്ടം വരുന്നത്? 38 വർഷമായി ഇവിടെ കിടക്കുന്നതിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടും. അവിടുത്തെ സീനിയർ മോസ്റ്റ് രോഗിയാണ് അദ്ദേഹം. ഏത് യൂണിയനാണെന്ന് അറിയത്തില്ല എന്നേ ഉള്ളൂ. CITU ആണോ, KTUC ആണോ, INTUC ആണോ എന്ന് അറിയത്തില്ല എന്നേ ഉള്ളൂ. രോഗി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. 38 വർഷമായി വിളഞ്ഞ് കൊന്തൊടിഞ്ഞ് കിടക്കുകയാണ്, നോക്കുകൂലിയും വാങ്ങിച്ച്. ഉണ്ടെന്ന് പറഞ്ഞാൽ കയറി സൗഖ്യമാക്കിയാൽ ഇതൊക്കെ നഷ്ടമാവും. എന്നാൽ മനസ്സില്ലെന്ന് പറയാനൊക്കെ CSIക്കാരനായി പോയില്ലേ, അതുകൊണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഞരങ്ങി മൂളിയിരിക്കുകയാണ്. എത്രയോ പ്രാവശ്യം ദൈവം നിങ്ങളോട് സമീപിച്ച് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഞരങ്ങി മൂളിയിരുന്നു. എത്രയോ പ്രാവശ്യം. കാരണം നമുക്കറിയാം മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. എന്നാൽ പിന്നെ മാനസാന്തരപ്പെട്ട ഒരു കൈ പൊക്കാൻ പറഞ്ഞാൽ ഒരു പൊക്ക് പൊക്കും. എത്രയും പൊക്കും? ഒരു പകുതി പൊക്കിയോ പൊക്കി ഇല്ലയോ. ഒരു വിട്ടുകൊടുക്കുന്നവരല്ല നമ്മൾ. കാരണം മാനസാന്തരം വേദനാജനകമാണ്, മാനസാന്തരം നഷ്ടമാണ്. കാരണം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അത് നല്ല കാര്യമാണ്. പിന്നെ പറയുന്നത് എന്താണ്? നിനക്കുള്ളതൊക്കെ നീ ഉപേക്ഷിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നഷ്ടമാണ്, വേദനാജനകമാണ്. നിനക്കുള്ളതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം. അത് ഉപേക്ഷണമാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി, സ്വീകരണമല്ല. ഇപ്പം നിങ്ങളോടൊക്കെ എന്തിനാണ് നിങ്ങൾ വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ വന്നേക്കുക അച്ഛാ. എത്ര നാളായി പ്രാപിക്കാൻ തുടങ്ങിയിട്ട്? പ്രാപിച്ച് അങ്ങ് തടിച്ചു കൊഴുത്തിരിക്കുകയാണ്. ഇനി അനുഗ്രഹം പ്രാപിക്കുകയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഉപേക്ഷിക്കണം. ഈ 2 ദിവസത്തെ സുവിശേഷ യോഗം കൊണ്ട് ചിലതൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കണം. അതാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി. അബ്രഹാമേ, ഞാൻ നിന്നെ വിളിക്കുകയാണ്, നീ എന്നോടുകൂടെ യാത്ര ചെയ്യണം. പക്ഷേ എന്നോടുകൂടെ യാത്ര ചെയ്യണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ നീ ഉപേക്ഷിക്കണം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. നീ ഉപേക്ഷിക്കണം. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ അവിടെ ഇവിടെ കിടപ്പുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ ഇങ്ങനെ പലരും പ്രസിദ്ധീകരിക്കാറുണ്ട്. ഞാൻ ജന്മന ഒരു ക്രിസ്ത്യാനിയല്ല. എൻ്റെ മാതാപിതാക്കളൊക്കെ നായന്മാരാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്. എൻ്റെ അമ്മച്ചിയുടെ പേര് ദേവകിയമ്മ എന്നാണ്. പത്തനംതിട്ട കടമ്മനിട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ ഒരു ഉയർന്ന നായർ തറവാടാണ്. വഴിത്താനത്ത് മേച്ചേരിപ്പറമ്പിൽ ഇവിടുത്തെ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആളാണ് എൻ്റെ പിതാവ്. എൻ്റെ അമ്മച്ചി റാന്നിക്കടുത്ത് കീക്കഴൂർ താനുവേലിൽ വലിയ കാലായ ദേവകിയമ്മ. രണ്ടും വളരെ ഉയർന്ന ഹൈന്ദവ ഓർത്തഡോക്സ് ഫാമിലിയാണ്, നായന്മാരാണ്. എല്ലാ സാഹചര്യങ്ങളുമുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്ന കുടുംബമാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്ന കുടുംബമാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി അന്ന് സന്ധ്യയ്ക്ക് ദീപം കൊളുത്തി നാമം ജപിക്കുന്നത്, നരകത്തീന്ന് എന്നെ കരകയറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്നാണ്. എന്നും അതാണ് സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി നാമം ജപിക്കണം, നാമം ചൊല്ലുകയാണ്. ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ തിരുവക്കം വാഴി ശിവശംഭോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ദേവകിയമ്മയ്ക്ക് എന്നാ ഇത്ര നരകം, എന്തോത്തിൻ്റെ കുറവാണ്, എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്നാ ഇത്ര നരകം. എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. എൻ്റെ പിതാവ് ഒരു വലിയ മദ്യപാനിയായിരുന്നു. ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ വീടാണ്. മദ്യപാനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലരുടെയൊക്കെ പേര് ഓർമ്മ വരും അല്ലേ? കുടിച്ച് വഴി കിടക്കുന്ന തോമ്മ, കീവറിച്ചൻ, കോവാലൻ, പാക്കരൻ. അവർ മാത്രമല്ല മദ്യപാനി. ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും ബാറിൽ പോയി കുടിക്കുന്നവനും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ബെവറേജസിൻ്റെ മുമ്പിൽ പോയി ക്യൂ നിന്ന് കുടിക്കുന്നവനും ഒക്കെ മദ്യപാനിയാണ്. അവനെയൊക്കെ നമ്മൾ പള്ളിയുടെ നേതാക്കന്മാരാക്കും, മറ്റവരെ ആക്കത്തില്ല. എന്നുള്ള ഏത് നേതാവാണേലും ശരി, ഏത് കൗൺസിൽ മെമ്പർ ആണേലും ശരി, കുടിയനാണ്, അവൻ്റെ വീട് നരകമാണ്. അവൻ്റെ വീട് നരകമാണ്. എന്തുകൊണ്ട് എൻ്റെ അമ്മച്ചി അങ്ങനെ നാമം ജപിച്ച് നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ. എൻ്റെ പിതാവും ആഗ്രഹിച്ചൊരു മോചനം. മദ്യപാനത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കാത്ത മദ്യപാനികളില്ല. എല്ലാവർക്കും രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാ മദ്യപന്മാരും ഡിസംബർ 31 രാത്രി മാനസാന്തരപ്പെടത്തില്ലേ അല്ലേ? ആ വാച്ച് നൈറ്റ് സർവീസിന് അയ്യോ എന്തോ ഒരു നെഞ്ചത്തടിയും. ഇനിയും തൊട്ടേ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ തലയെ കൈവെക്കുന്നു, പിള്ളേരുടെ തലയെ കൈവെക്കും. എന്തോ ഒരു മാനസാന്തരമാണ്. കാരണം എങ്ങനെയും ഒന്ന് മാറണം. പക്ഷേ പിന്നെയും ജനുവരി 5 ആമാടെ കിടക്കുന്നു എഗൈൻ ശങ്കരൻ കോക്കനട്ട് ട്രീ.
എൻ്റെ പിതാവും ആഗ്രഹിച്ച ഒരു മോചനം. അദ്ദേഹം 14 വർഷം ശബരിമലയിൽ പോയി. 14 വർഷം ശബരിമല നട ചവിട്ടി. പാദഹരേ പാപഹര, ചെരിപ്പട അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാൻ കഠിനമായ നോയമ്പ് നോറ്റ് ശബരിമലയിൽ നട ചവിട്ടി. 12 വർഷം കഴിഞ്ഞാൽ പിന്നെ പെരിയസ്വാമിയാണ്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുവാണ് ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അപ്പൂപ്പനും അമ്മൂമ്മയും ഇട്ടതെങ്കിലും അദ്ദേഹത്തിന് 10-20 വയസ്സായപ്പോൾ നാട്ടുകാർ ആ പേരൊക്കെ പരിഷ്കരിച്ച് KD കൃഷ്ണപിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. KD എന്നുള്ള ഇനിഷ്യലല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് വിളിക്കുന്നതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്താണ് നീതിമാന്മാരെ തേടിയും ദൈവങ്ങളുടെ അടുത്ത് രക്ഷ? അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റതിന് കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലേക്ക് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിക്കുന്ന 2 ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്, വാങ്ങിച്ചു കൊടുത്താൽ മതി, നോ പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്തോമാക്കാരൻ, മറ്റേ ആരാണെന്ന് ഈ പള്ളി നിന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഏത് സഭയാണ്, കുമ്പളാംബേഗക്കാരനാണ്. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്തോമാക്കാരൻ അച്ചായൻ പറഞ്ഞു, പിള്ളേച്ചാ നമുക്കിനൊരു യോഗത്തിന് പോകാം. ചിലക്ക് ഇങ്ങനെയാണ്, ഇത് അകത്തി എന്നാണ് യോഗത്തിന് പോകണം, വേറെ വെള്ളത്തിൽ ചെന്നാൽ അടി കിട്ടുമല്ലോ, ഇവിടെയാണെങ്കിൽ ആളാകാം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ്. തുരുമ്പ് വെളിവില്ലാതെ KD കൃഷ്ണപിള്ളയും 2 ക്രിസ്ത്യാനി കൂട്ടുകാരും തുരുമ്പ് വെളിവില്ലാതെ ഉദിമൂട് ഒലിവുമല കൺവെൻഷൻ, വലിയ കിഴക്കിൻ്റെ മാരാമണം എന്നറിയപ്പെടുന്ന കൺവെൻഷനാണ്. ആരാണ് പ്രസംഗിച്ചതെന്ന് അറിയത്തില്ല. പന്തലിൽ കയറാ, തെങ്ങേച്ചാരും തലയെക്കെട്ടും കെട്ടി എളി 2 കടാരിയും തിരികെ KD കൃഷ്ണപിള്ള, ഇടത്തും വലുത് 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. ഇന്ന് പ്രസംഗിച്ച ദൈവദാസനെടുത്ത വാക്യം, കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, ലൂക്കോസ് 19:10. ആ വാക്യം ആസ്പദമാക്കി പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം, പാപിയെ തിരഞ്ഞു പിടിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ദൈവാത്മാവിൻ്റെ നിറവിലായപ്പോൾ തുരുമ്പ് വെളിവില്ലാത്ത എങ്ങേച്ചാരിക്കുന്ന KD കൃഷ്ണപിള്ള നെഞ്ചുനേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരാ, യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ച കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്നെ മദ്യപാനത്തിൽ രക്ഷിക്കുവാൻ യേശുവിന് സാധിക്കും. യേശു നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു. സന്ധിമജകളെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം, കരിമ്പാറ തകർക്കുവാൻ കേൾപ്പുള്ള ചുറ്റികയായ ദൈവത്തിൻ്റെ വചനം എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കടാരിനും അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് എടുത്ത് ചാട്ടം വെച്ച് കൊടുത്തു എൻ്റെ പിതാവ്. അന്ന് എല്ലാവരും പറഞ്ഞു, KD കൃഷ്ണപിള്ള മാനസാന്തരം മുറ്റിയാൽ 3 മാസമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 66 വർഷം കഴിഞ്ഞ്, എൻ്റെ പ്രായമാണ് എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന്. ഞാനൊരു വിചിത്ര ജീവിയാണ്. ഞാൻ ഉരുവാകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ അവർ ക്രിസ്ത്യാനിയായി. അങ്ങനെ നായരായിട്ട് ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത ലോകത്തിലെ ഏക അച്ഛനാണ് ഞാൻ. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. ഞങ്ങളുടെ വീട്ടിൽ 5 പേര് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, മൂത്ത സിസ്റ്ററിൻ്റെ മകൻ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. ഞങ്ങളുടെ മൂത്ത മകനും മാർത്തോമാ സഭയിലെ അച്ഛനാണ്. 3-6 പ്രവർത്തിക്കുന്നു. പിന്നെയും കുഞ്ഞുങ്ങൾ അതിനു വേണ്ടി ഒരുക്കപ്പെടുകയാണ്. ഞങ്ങളെ അന്ധകാരത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചു. ഒറ്റ പ്രസംഗം. പക്ഷെ എന്താ പറ്റിയെന്നറിയാവോ? പടിയടച്ച് പിണ്ടം വെച്ച്, ഇരിക്കപ്പിണ്ടം വെച്ച് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മൂത്ത സഹോദരങ്ങളെയും കൂടെ. നീ നിൻ്റെ മക്കളും കൂടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ് ശാപവാക്കോതി എന്നേക്കുമായ തറവാടിൻ്റെ വാതിൽ ഞങ്ങളുടെ പിന്നിൽ അടച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിട്ടേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവവിളി വേദനാജനകമാണ്, ദൈവവിളി നഷ്ടമാണ്. അങ്ങനെ പെരുവഴിയിലേക്ക് ഇറങ്ങിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൻ്റെ സുഭിക്ഷത വെടിഞ്ഞ് ദാരിദ്ര്യം വരിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ദൈവം നിന്നെ വിളിക്കുന്നു. ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന് വിരോധമായി നീ കൊണ്ടു നടക്കുന്ന എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എല്ലാം കൂടെ വെച്ചുകൊണ്ട് ദൈവത്തോട് യാത്ര സാധ്യം. നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്, അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു. എല്ലാം ഉപേക്ഷിച്ച് അബ്രഹാം ദൈവവിളി കേട്ടതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് കഥകളുണ്ട്, എക്സ്ട്രാ ബിബ്ലിക്കൽ സ്റ്റോറീസ്. വേദപുസ്തകത്തിലില്ലാത്ത എക്സ്ട്രാ ബിബ്ലിക്കൽ സ്റ്റോറീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിന് തേരഹിൻ്റെ ജോലി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ടല്ലോ. അവർ താമസിച്ചിരുന്ന കൽദേരുടെ ഊരിലെ വിഗ്രഹങ്ങൾ, ദൈവങ്ങൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ വിഗ്രഹങ്ങളെ തടിയിലുണ്ടാക്കി വിൽക്കുക.
ചന്തതോറും നടന്ന് വിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നല്ല നല്ല ലാഭമുള്ള ബിസിനസ്സാണ് ദൈവം കച്ചവടം. അപ്പോഴൊക്കെ ഈ അബ്രഹാമിൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, കുട്ടിയായിരിക്കും ഒരു സംശയമുണ്ട്. സൂര്യൻ ദൈവമാണെങ്കിൽ എന്താണ് രാത്രി കാണാത്തത്? ചന്ദ്രൻ ദൈവമാണെങ്കിൽ എന്താണ് പകൽ കാണാത്തത്? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഒരിക്കൽ തേരഹ ഒരു കൊട്ട നിറച്ച് ഈ വിഗ്രഹങ്ങളുമായി ഒരു ചന്തയിലേക്ക് പോയി. എന്നിട്ട് മോനോട് പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം, ദോശ ഉണ്ടാക്കി വെച്ചേക്കണം. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും നീ ദോശ ഉണ്ടാക്കി വെച്ചേക്കണം. ഇദ്ദേഹം അങ്ങ് നടന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ചന്തയ്ക്ക് വിൽക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ അബ്രഹാം കണ്ടു. അതിലേറ്റവും വലിയൊരു വിഗ്രഹത്തെ എടുത്തുകൊണ്ട് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നു. അടുപ്പ് കത്തിച്ചു, ദോശക്കല്ല് വെച്ചു, ആദ്യത്തെ മാവ് അതിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വിഗ്രഹത്തോട് പറഞ്ഞു, ഞാനിവിടേക്കും ചുറ്റി അടിച്ച് വരുമ്പോഴേക്കും നീ കുറേ ദോശ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നിട്ട് അബ്രഹാം ഇങ്ങനെ ആദ്യത്തെ ദോശ ഒഴിച്ചിട്ട് ചട്ടുകമൊക്കെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് അബ്രഹാം ചുറ്റി അടിച്ചേച്ച് വന്നപ്പോൾ ഈ ദോശ കരിഞ്ഞു എന്ന് മാത്രമല്ല, ഈ വിഗ്രഹം തന്നെ അടുപ്പിലേക്ക് വീണ് പകുതി കത്തി കഴിഞ്ഞിരിക്കും. അന്നേരമാണ് അബ്രഹാമേ അബ്രഹാം എന്നുള്ള വിളി കേട്ടതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാടുകളെ പരിശോധിക്കുന്നവർക്ക് മാത്രമേ ദൈവവിളി കേൾക്കത്തുള്ളൂ. അടഞ്ഞ മനസ്സിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. നമ്മൾ പലപ്പോഴും തികഞ്ഞവരാണെന്നും പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിനൊരു സ്ഥാനം നമ്മൾ കൊടുക്കത്തില്ല. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അടഞ്ഞ മനസ്സ് നഷ്ടം വഹിക്കാൻ നമ്മൾ തയ്യാറല്ല. അബ്രഹാം അങ്ങനെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അബ്രഹാമിൻ്റെ കൂടെ ഒരാൾ ഇറങ്ങിത്തിരിച്ചു. അതാരാണ്? ലോത്താണ്. ലോത്തിനെ ദൈവം വിളിച്ചതല്ല. ദൈവവിളി കേൾക്കാത്തവനും ദൈവവിളി കേട്ടവനും കൂടി ഒരുമിച്ച് യാത്ര സാധ്യമല്ല. 12-ാം അധ്യായത്തിലാണ് യാത്ര ആരംഭിക്കുന്നത്. 13-ാം അധ്യായത്തിലായപ്പോൾ രണ്ടുപേരും കൂടി അടിയുണ്ടായി. എന്തിനാണ് വഴക്കുണ്ടായത്? അബ്രഹാമും ലോത്തും കൂടെ എന്തിനാണ് വഴക്കുണ്ടായത്? ഈ പൂജപ്പുരെ ചേട്ടനും ഇനിയും കൂടെ വഴക്കുണ്ടാക്കാറുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ആനയ്ക്ക് വേണ്ടിയാണോ? ആന അല്ല. ടിപ്പർ ലോറിക്ക് വേണ്ടിയാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചേട്ടനും ഇനിയും കൂടെ വഴക്കുണ്ടാക്കുന്നത് വട്ടയുടെ കമ്പ്, റബ്ബറിൻ്റെ വേര്, ആഞ്ഞിലിയുടെ, ഇതൊക്കെയാണ് പ്രശ്നം. ആഞ്ഞിലി, വട്ട, റബ്ബർ, ഇതൊക്കെയാണ് ചേട്ടനും ഇനിയും കൂടെ വഴക്കുണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ. പലപ്പോഴും നമ്മൾ വലിയ കാര്യമൊക്കെ പറയും, പക്ഷെ ഒരു വട്ടയുടെ വേര് പോലും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ അബ്രഹാമിൻ്റെ ഇടയന്മാർ ലോത്തിൻ്റെ ഇടയന്മാരും കൂടെ വഴക്കുണ്ടാക്കിയത് പുല്ലിന് വേണ്ടിയാണ്. പുല്ലിന് വേണ്ടിയാണ്. അപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ച് പറയാണ്, ലോത്തേ, ദൈവനാമത്തിന് അപമാനകരമായ രീതി പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഇവിടെ ജീവനുള്ള യഹോവയെ ആരാധിക്കുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടും കൂടി ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയാൽ ആർക്കാ നാണംകേട്? ദൈവത്തിനാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്ന ആരാണ്? സഭയ്ക്കുള്ളിലുള്ളവരാണോ സഭയ്ക്ക് പുറത്തുള്ളവരാണ്? പള്ളികളൊക്കെ അടച്ചിടുക. കേരളത്തിലെ വലിയ പള്ളികളെല്ലാം പൂട്ടിക്കിടക്കുക. മിക്കവാറും ബാക്കിയും പൂട്ടാറായി. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് സെൻറ്റ് മേരീസ് ബസലിക്ക, പൂട്ടിയിട്ടേക്കുക. ഞാൻ അവിടെ എല്ലാം പ്രസംഗിക്കാൻ പോകും. ആ സഭകളിലൊക്കെ വലിയ പള്ളികളെല്ലാം പൂട്ടിയിട്ട് കൊച്ചു ഷെഡുണ്ടാക്കി അതിലാണ് കൺവെൻഷൻ. എന്തൊരു കഷ്ടമാണിത്! എന്തൊരു കഷ്ടമാണ്! ഇവിടെ കേരളത്തിൽ ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്നത് വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ മാത്രമാണ്. നമ്മളൊന്നും മോശമല്ല, എനിക്കതെല്ലാം അറിയാം. ദൈവനാമത്തിന് അപമാനം ഉണ്ടാകത്തക്ക രീതിയിൽ, അതാണ് പ്രശ്നം. അബ്രഹാം വിളിച്ച് പറഞ്ഞ, ലോത്തേ, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവനാമത്തിന് അപമാനകരമായ ഒരു ബന്ധം വലിച്ചെറിയുവാൻ പോലും അബ്രഹാം തയ്യാറായി. അബ്രഹാം വിശ്വാസിയുടെ പിതാവാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയണം. എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. അതും ശരിയാ ഇതും ശരിയാന്ന് പറയുന്നതല്ല ക്രിസ്ത്യാനിത്വം. ഒഴുക്കിന് അനുകൂലമാണ് നീന്തുന്നത് ചത്ത മത്സ്യങ്ങളാണ്. നഷ്ടം സഹിക്കേണ്ടി വരും. അബ്രഹാമിന്, ലോത്തേ, ഇങ്ങനെ ഈ ബന്ധം തുടരാൻ സമ്മതിക്കത്തില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവനാമത്തിന് അപമാനമാണിത്, അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് പിരിയാം. എന്നിട്ട് പറഞ്ഞു, നീ കിഴക്കോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പൊക്കോളാം, നീ തെക്കോട്ടാണെങ്കിൽ ഞാൻ വടക്കോട്ട് പൊക്കോളാം. എന്നിട്ടൊരു മുൻഗണന കൊടുത്തു. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇരിക്കുന്നു. 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി, ജോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശങ്ങളെല്ലാം അങ്ങ് എടുത്തു.
ആരെയാണ് ദൈവം വിളിച്ചത്? അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. ഫലഭൂയിഷ്ഠമായ സ്ഥലം കിട്ടിയത് ആർക്കാണ്? ലോത്തിനാണ്. പലപ്പോഴും ഈ ലോകത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം. ദൈവത്തെ അനുസരിക്കുന്നവരെക്കാൾ കൂടുതൽ മരാമത്വപരമായി ദൈവത്തെ അനുസരിക്കാത്തവർ വളർന്നേക്കാം. ലോത്ത് സ്വത്തൊക്കെ എടുത്തെന്നായിരുന്നു, എടുത്തു. അവനെല്ലാം ഇനി എടുത്തു. എടുക്കുന്ന സ്വത്തും ലഭിക്കുന്ന സ്വത്തുമാണ്. എടുക്കുന്ന സ്വത്തൊന്നും നിലനിൽക്കത്തില്ല. ഇങ്ങനെ സ്വത്ത് വാരിക്കൂട്ടിയവരൊക്കെ എന്തിയെ? എടുക്കുന്ന സ്വത്ത് നിലനിൽക്കത്തില്ല. അങ്ങനെ സ്വത്ത് വാരിക്കൂട്ടിയ ലോത്തിനെ കുറിച്ച് ഇവിടെ ഒന്ന് പറയാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ. ലോത്ത് നീരോട്ടമുള്ള പ്രദേശങ്ങളെല്ലാം എടുത്തു. അബ്രഹാമിനൊന്നും കിട്ടിയില്ല. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവം വിളിച്ചിറക്കി. അബ്രഹാമിനൊന്നും കിട്ടിയില്ല. അപ്പോൾ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ്, നിങ്ങൾ വീട്ടിൽ പോയി ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതി, വേദപുസ്തകം 13-ാം അധ്യായത്തിലുണ്ട്. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഈ അബ്രഹാമിൻ്റെ മനപ്രയാസം ദൈവം കണ്ടു. എല്ലാം ലോത്ത് കൊണ്ടുപോയി. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയണ, അബ്രഹാമേ നീ തല പൊക്കി നോക്കുക. ലോത്ത് എങ്ങനെയാ നോക്കിയത്? ലോത്ത് ചുറ്റുപാട് നോക്കി. അബ്രഹാമിനോട് നീ നോക്കേണ്ട ചുറ്റുപാടല്ല, നീ തല പൊക്കി നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതുമില്ല. ചിലരെന്നും ഈ ചുറ്റുപാട് മരിക്കുന്നവരെ ഇങ്ങനെ ചുറ്റുപാട് മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. തലേ വല്ലം വീണേലെ മേലോട്ട് നോക്കുകയുള്ളൂ. ഞാനൊരു മനുഷ്യൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. കഥയാണ്. അദ്ദേഹത്തിന് 75 വയസ്സായപ്പോൾ അദ്ദേഹം എഴുതിയ ഓട്ടോബയോഗ്രഫിയാണ്, കഥയാണ്. അത് ആരംഭിക്കുന്നത് 5 വയസ്സ് തൊട്ട് ഓർമ്മയുണ്ട്. 5 വയസ്സ്, 5-ാമത്തെ വയസ്സ് സ്കൂളിൽ ചേർക്കാൻ പപ്പ കൊണ്ടുപോകുന്ന തൊട്ടാണ് കഥ ആരംഭിക്കുന്നത്. ഇത് എഴുതിയിരിക്കുകയാണ്. അവന് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വളർന്ന് നമ്മൾ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും പപ്പ. ഇവനിങ്ങനെ കരഞ്ഞ് കുനിഞ്ഞ് നടക്കുകയാണ്, പുറകെ നടക്കുകയാണ് പപ്പായുടെ. ഇത് എഴുതിയിരിക്കുകയാണ്, നടക്കുന്ന വഴിക്ക് എനിക്ക് 10 പൈസ കളഞ്ഞ് കിട്ടി റോഡിൽ നിന്ന്. അന്ന് പൈസയ്ക്കൊക്കെ വിലയുള്ള. ഇനി 10 പൈസ റോഡിൽ നിന്ന് കളഞ്ഞ് കിട്ടി. പിന്നെ 75 വയസ്സ് വരെയും കുനിഞ്ഞേ നടന്നിട്ടുള്ളൂ. എന്നിട്ടപ്പോൾ കാരണം എനിക്ക് വല്ലതും കിട്ടുമെന്ന് മനസ്സിലായി. കിട്ടിയതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? കൂട്ടിക്കെട്ടിയാൽ ഒരു 10-35,000 കിലോമീറ്റർ നീളത്തിൽ ചാക്കിയാർഡ് കിട്ടി. പിന്നെ ഒരു 10-50,000 തുരുമ്പിച്ച ബ്ലേഡ് കിട്ടി. മുട്ടുസൂചിയാണ് എണ്ണിക്കൂടാതെ വണ്ണം മുട്ടുസൂചി കിട്ടി. കാലിഞ്ചാണി, അരയിഞ്ചാണി, ഇങ്ങനെ ആണിയുടെ സെക്ഷൻ വേറെ കിട്ടി. ഒരു 10-20 രൂപയുടെ ചില്ലറയും കിട്ടി. പക്ഷേ നേടേണ്ടതൊന്നും ഞാൻ നേടിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ചുറ്റുപാട് മാത്രം നോക്കി ജീവിക്കാമെങ്കിൽ അവിടെ ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റ്, തിരുവനന്തപുരത്ത് കെട്ടിടം, അവിടെ കെട്ടിടം, ഒരുപാട് ലിസ്റ്റ് എടുക്കാൻ കണ്ടേക്കാം. പക്ഷേ നേടിയില്ല എന്ന് വരാതിരിക്കാൻ നോക്കേണ്ടവനെ നോക്കണം. അബ്രഹാമേ, ഞാനാണ് നിന്നെ വിളിച്ചത്, നീ തലപൊക്കി നോക്ക്. ഒരു ദൈവവേദലും അല്ലാത്തവന് നമ്മളെ നോട്ടത്തിന് വ്യത്യാസമാണ്. നീ തലപൊക്കി നോക്ക്. ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് തരും. അബ്രഹാം പറഞ്ഞതാണ്. ഈ കാണുന്നതൊക്കെ നീ തലപൊക്കി നോക്കി കാണുന്നതെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ശാശ്വത അവകാശമായിട്ട് തരും. അബ്രഹാമിന് വലിയ സന്തോഷമായി. കുഴപ്പമില്ല, ദൈവം വിളിച്ചിട്ട് ഏതായാലും പിന്നെ യാത്ര തുടരുകയാണ്. ജീവിതം ഒരു യാത്രയാണ്. എന്ത് യാത്രയാണ്? ജീവിതം എന്ത് യാത്രയാണ്? വിനോദയാത്രയാണോ? ലൈഫ് ഈസ് എ പിക്നിക് ആണോ? വിനോദയാത്ര എന്നാൽ അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് ആരോടും കണക്കൊന്നും ബോധിപ്പിക്കേണ്ട, അങ്ങനെ നടക്കാനുള്ള ഒരു വിനോദയാത്രയല്ല ജീവിതം. പിന്നെ ഇതൊരു വിലാപയാത്രയാണോ? എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കാൻ അല്ല. ലൈഫ് ഈസ് എ പിൽഗ്രിമേജ്. ഇതൊരു തീർത്ഥാടനമാണ്, ഇതൊരു തീർത്ഥയാത്രയാണ്. നമുക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവരാണ് തീർത്ഥാടകർ. പാരീഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് എന്നാണ്. തീർത്ഥാടകരാണ് നമ്മൾ. വീണ്ടും യാത്ര തുടരുകയാണ് അബ്രഹാമിൻ്റെ. പോകുന്ന വഴിക്കാണ് അബ്രഹാമിന് ഒരു സംശയം. ദൈവം എന്നെ പരിഹസിച്ചു, നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് തരാമെന്ന് പറഞ്ഞ് എനിക്ക് സന്തതി ഇല്ല എന്ന് മാത്രമല്ല, സന്തതി ഉണ്ടാകേണ്ട കാലവും കഴിഞ്ഞു. ശാസ്ത്രീയമായി, ശാസ്ത്രപരമായി, സയൻസ് പരമായി സന്തതി ഉണ്ടാകേണ്ട കാലം കഴിഞ്ഞു. എനിക്കും ഭാര്യയ്ക്കും നിർജീവമായിരിക്കുന്നു. പിന്നെ എന്തിനാ ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞത്? മാത്രമല്ല, ഒരു സന്തതി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹം വരുന്ന ചില സംഭവങ്ങൾ അവിടെ നടന്നു. പിന്നെ അബ്രഹാമിന് മനപ്രയാസം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോടുള്ള യാത്ര എപ്പോഴും മനപ്രയാസമാണ്. ഈ അബ്രഹാമിൻ്റെ മനപ്രയാസം കണ്ടുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഉൽപ്പത്തി 15:5 അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ നീ തല പൊക്കി നോക്ക്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാമോ?
അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. ആദ്യം തലപൊക്കി നോക്കാൻ പറഞ്ഞു. തലപൊക്കി നോക്കിയപ്പോൾ അവന് വസ്തുവിൻ്റെ അവകാശം കിട്ടി. രണ്ടാമത് തലപൊക്കി നോക്കാൻ പറഞ്ഞു. തലപൊക്കി നോക്കിയപ്പോൾ ഈ വസ്തുവിനൊരു അവകാശിയെ കിട്ടി. അബ്രഹാമിന് അങ്ങനെ ഒരു വാഗ്ദത്തം കിട്ടി, ഞാൻ നിനക്ക് സന്തതിയെ തരും. ഈ വാർത്ത അബ്രഹാം ആദ്യം ചെന്ന് പറഞ്ഞത് ആരോടാണ്? സാറായോടാണ്. കാരണം മക്കളില്ലാത്തത് കൊണ്ട്, വന്ധ്യത കൊണ്ട് ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്നത് സാറായാണ്. അതുകൊണ്ട് സാറായോട് ഈ അബ്രഹാം ഈ കാര്യം എന്ന് പറഞ്ഞപ്പോൾ സാറ അത് പൊടിപ്പും തൊങ്ങലും വെച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി. സാധാരണ അങ്ങനെ സ്ത്രീകളുടെ കയ്യിൽ ഒരു കാര്യം കിട്ടിയാൽ അവർ ഒളിച്ചു വെക്കുകയില്ലല്ലോ. സാധാരണ പറയുന്ന ഒരു സാധാരണ സ്ത്രീയെ ഒരു ദിവസം 35,000 വാക്ക് പറയുമെന്നാണ്. വിഷയമൊന്നും ഇല്ലേലും എന്തേലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. 35,000 വാക്ക് പറയും ഒരു സാധാരണ സ്ത്രീ. ഒരു പുരുഷൻ 8,000 വാക്കേ പറയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കൂടെ കിട്ടിയപ്പോൾ സാറ ഇങ്ങനെ എല്ലായിടും നടന്ന് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് സന്തതി ഉണ്ടാകാൻ പോവാണ്. ഉടനെ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്തവായി, വല്ലതും ആയോ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴാണ് നടക്കേണ്ടത്? ഇതാണ് മർത്തോമാക്കാരുടെ CSIക്കാരുടെയൊക്കെ പ്രശ്നം. ഈ ഇൻ്റർവ്യൂ പീരീഡാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ താമസിച്ചാലാണ് നമ്മൾ സഭ മാറും, അല്ലേ? ഇങ്ങനെ ദൈവം പറയുന്ന എല്ലാം നടത്തിത്തരുന്ന പുള്ളികളുണ്ട്. ദൈവത്തെ വേണേൽ കന്നാസി കയറ്റിത്തരും. കന്നാസിലെ വെള്ളം അദ്ദേഹം പ്രാർത്ഥിച്ച് ചെയ്യുന്ന വെള്ളം കണ്ട വെച്ചാൽ പാറ്റ പോലും കയറത്തില്ലച്ച. വേണേൽ തൂവാലെ കയറ്റിത്തരും. ആ തൂവാല പോക്കറ്റിലിട്ടാൽ A+ ഉറപ്പാച്ച. ഇങ്ങനെയുള്ള കള്ള ദൈവങ്ങളുടെ പുറകെ പോകുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്തേ നടക്കത്തുള്ളൂ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ട ഇതൊന്നും ഞങ്ങൾ ഇവിടെ അല്ലെന്നുള്ള മട്ടിലാണ്. എന്ത് വിഷമമൊക്കെ താടിക്കായും കൊണ്ട് അയ്യോ കഷ്ടം എന്നുള്ള മട്ടിരിക്കുക. പ്രസംഗിക്കാനേ തോന്നുന്നില്ല എനിക്ക്, സോറി. ഞാൻ വിചാരിച്ചു പള്ളിയൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എന്തോ പ്രാർത്ഥിക്കുന്നേ? ആമീൻ കർത്താവേ വേഗം തരയണമേ, അല്ലേ? കോട്ടയത്തെ പ്രാർത്ഥന, ആമീൻ കർത്താവേ വേഗം തരയണം, എപ്പോഴും തന്നുകൊണ്ടിരിക്കണം കർത്താവ്. പ്രാർത്ഥനയ്ക്ക് 4 മറുപടിയുണ്ട് വേദപുസ്തകത്തിൽ. ഒന്നാമത്തെ മറുപടി ഡയറക്റ്റ് ആൻസർ, യേസ്, തന്നിരിക്കുന്നു. ഹന്ന മനോവ്യസനമുള്ളൊരു സ്ത്രീ ആയിരുന്നു. അവൾ പോയി പ്രാർത്ഥിച്ചു, ദൈവം അവളോട് യേസ് പറഞ്ഞു. പിറ്റേ വർഷം കുഞ്ഞിനെ കിട്ടി. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? വല്ലതും ദൈവം വല്ലതും തന്നിട്ടുണ്ടോ? ദൈവം വല്ലതും തന്നിട്ടുണ്ടോന്ന്? അതിനും അനക്കമില്ലേ? ഒന്നും ഇല്ലച്ചാ. ഉണ്ടോ? ഡയറക്റ്റ് ആൻസർ യേസ്, ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഒരു ആൻസർ നോ, ഡിനൈഡ് ആൻസർ. ദൈവം ഡിനൈ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ആൻസറുണ്ട്, നോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നോ? ഇതാ പ്രശ്നം. നോ കിട്ടിയിട്ടുണ്ടോ പ്രാർത്ഥനയ്ക്ക്? ഈയിടെ ഞാൻ ഈ TV ഓൺ ചെയ്തപ്പോൾ ഒരു ചാനൽ ഒരു പുള്ളി എന്ന് പറഞ്ഞു, ദൈവം നോ പറയത്തേ ഇല്ലെന്ന് പറയുന്നത് കേട്ടു. അത് വേദവിപരീതമാണ്. ദൈവം നോ പറയും. യേശുവിനെക്കാട്ടി കൂടെ നോ അല്ലേ കിട്ടിയിട്ടുള്ളേ? യേശുക്രിസ്തുവിനോട് നോ പറഞ്ഞില്ലേ? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം, നോ. യേശുക്രിസ്തുവിനെക്കാട്ടി വലിയ പുള്ളികളുണ്ടോ? പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ നോ എന്നൊരു ആൻസറുണ്ട്. കൂടുതലും കിട്ടുന്നത് നോയാണ്. അത് മറുപടിയായിട്ട് അംഗീകരിക്കണം. നിങ്ങൾ മൂളാഞ്ഞൻ്റെ കാര്യം എനിക്കറിയാം. CSI നിൽക്കുന്നതുകൊണ്ടാച്ചാ ഏസാക്കുന്നിടത്ത് ഞങ്ങൾ പൊക്കോളാച്ച. പുത്തരിക്കണ്ടം മൈതാനത്ത് വരെ പോയാൽ പറ ഏത് നോയും ഏസാക്കും. ദൈവം നോ പറഞ്ഞാൽ അത് നോയാണ്. അങ്ങനൊരു ആൻസറുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന യേശുവിനേക്കാൾ നല്ലതാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മൂന്നാമത്തെ ആൻസറിന് ഡിലേഡ് ആൻസർ, വെയിറ്റ്, നോട്ട് നൗ. കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നവനായ ദൈവം തക്ക സമയത്ത് മറുപടി തരും. ദൈവത്തിൻ്റെ സമയത്തെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കണം ഒരിടത്ത്. ദൈവത്തിന് മുമ്പിൽ കയറി ഓടരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. ദൈവത്തിൻ്റെ സമയത്ത് തക്ക സമയത്ത് വിടുവിക്കേണ്ടതിന് അങ്ങനെ ദൈവത്തിനറിയാൻ തക്ക സമയം. അതുകൊണ്ട് ഏതെങ്കിലും വിഷയം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിന് സമയമായിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഡിലേഡ് ആൻസർ. നാലാമത്തെ ആൻസർ ഡിഫറൻ്റ് ആൻസർ, വ്യത്യസ്തമായ ഉത്തരം.
നമ്മൾ ചോദിക്കുന്നൊന്നുമല്ല ദൈവം തരുന്നത്. ചോദിച്ച വല്ലതുമാണോ കിട്ടിയിട്ടുള്ളത്? ചോദിക്കാൻ എന്താന്ന് പോലും അറിയാത്ത കാര്യങ്ങളല്ലേ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ചോദിക്കുമ്പോൾ ഓറഞ്ച് തരിക. പൗലോസ് ചോദിച്ചത് എന്താണ്? എൻ്റെ ജഡത്തിലെ ശൂലം മാറ്റണം. കൊടുത്തത് എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി. ഡിഫറൻ്റ് ആൻസർ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ എത്രമാത്രം കിടന്ന് പിടിച്ചു 201 ദിവസത്തെ കൂട്ടോപവാസവും കഠിനോപവാസവും കൊണ്ടൊന്നും ദൈവത്തെ നന്നാക്കാൻ നോക്കണ്ട. പ്രയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല. പ്രയർ ചേഞ്ചസ് മാൻ. പ്രാർത്ഥന രൂപാന്തരപ്പെടുത്തേണ്ടത് മനുഷ്യരെയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഉൽപ്പത്തി 21-ന്റെ 1-2 വളരെ ശ്രദ്ധിച്ച് വായിക്കാൻ 2 വാക്യങ്ങളാണ്. ദൈവം പറഞ്ഞ അവധിക്ക് സാറാ ഗർഭം ധരിച്ചു. ദൈവം അവധി എടുക്കും. ചിലപ്പം ദൈവത്തിന് 9 മാസം 9 ദിവസമൊന്നൊന്നുമില്ല. വർഷങ്ങൾ കഴിഞ്ഞാണ് ദൈവം പറഞ്ഞ അവധിക്ക് സാറാ ഗർഭം ധരിച്ചു. സാറാ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇസാക്ക് എന്ന് പേരിട്ടു. ഇസാക്ക് ജനിച്ചപ്പോൾ മുതൽ ആ വീട്ടിലെ ദൈവം ആരായി? നിങ്ങളുടെയൊക്കെ വീട്ടിലെ ദൈവങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആരോടാണ് ഇഷ്ടം? ദൈവത്തിനോടാണോ മക്കളോടാണോ? ദൈവത്തിനോടാണോ മക്കളോടാണോ ഇഷ്ടം? ഒരിടത്ത് ചോദിച്ചപ്പോൾ ദൈവമക്കളോടാണ്. അപ്പം രണ്ടും കുഴപ്പമില്ല. ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. 50 വർഷത്തിനോടകം സുവിശേഷ വേലയ്ക്ക് കൊടുത്ത തുകയാണോ കൂടുതൽ? കഴിഞ്ഞ വർഷം കുഞ്ഞിന് കൊടുത്ത ക്യാപിറ്റേഷനാണോ കൂടുതൽ? ഏതാ കൂടുതൽ? ആരെയാ ഇഷ്ടം? കർത്താവ് എന്താ വരാത്ത? കാലമായില്ലയോ പ്രിയനെ എന്ന് പറഞ്ഞിരിക്കുന്ന പുള്ളികളാണ്. പള്ളിയുടെ ഒരു കവർ കിട്ടും, മോഹം അങ്ങ് വീർക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ മക്കൾ കയറി ദൈവങ്ങളാവും. എനിക്ക് ഈ സൗത്ത് കേരളയെക്കുറിച്ച് അത്ര വലിയ അറിവില്ല, ഇങ്ങനെ വന്നുള്ള അറിവേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ മധ്യ കേരളത്തിലെ മുഴുവൻ വീട്ടിലെയും ദൈവങ്ങളാണ് മക്കളായി. പ്രത്യേകിച്ച് വല്ല മക്കൾ ഇംഗ്ലീഷ് വല്ലതും പറയാൻ പിന്നെ കിടന്നു പെറുക്കാൻ വേണ്ട. അയ്യോ, പിള്ളേരെ അങ്ങ് പൊക്കും. ഇപ്പോൾ ഒരെണ്ണം പോലും വീട്ടിലില്ല, എല്ലാം പോയി. ഇപ്പോൾ വല്യപ്പനും വല്യമ്മയേ ഉള്ളൂ. കുമ്പനാട്ടൊക്കെ വസ്തുവൊക്കെ വില കുറച്ച് വിൽക്കുക, വേണേൽ പോയി വാങ്ങിച്ചോണം. വീടുകളെല്ലാം വിൽക്കുക, ഫോർ സെയിൽ ഇട്ടേക്കാം. വല്യപ്പനും വല്യമ്മയും അഗതി മന്ദിരത്തിലായി. പിള്ളേരെല്ലാം UK ഒക്കെ ന്യൂസിലാൻഡിലും ഒക്കെ അങ്ങ് പോയി. വല്യപ്പനെയും വല്യമ്മയും ആർക്കും വേണം, എല്ലാം വിൽക്കുകയാണ്. ദൈവങ്ങളായിട്ട് കൊണ്ട് നടന്നതാണ്. ഇപ്പം താണ്ട കിടക്കുന്നു. നമുക്ക് മക്കളെ വളർത്താൻ അറിയത്തില്ല. ഇപ്പം നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത് ചോദിച്ചാൽ പറയും മക്കൾക്ക് വേണ്ടി. എന്നാ ഗുണം? മക്കൾക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തോ ചെയ്തു? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ മക്കളെ ഏത് കോളേജിലാണ് പഠിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. അല്ലല്ലോ. നിനക്ക് വേണ്ടി നീ എന്തോ ചെയ്തു? നിന്റെ ആത്മാവിന് വേണ്ടി നീ എന്തോ ചെയ്തു? മക്കളെ എന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ്. ഒരു പൈതലുണ്ടായ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ മോനുണ്ടായപ്പോൾ അബ്രഹാമിൻ്റെയും സാറായുടെയും ഒക്കെ ചിന്ത അങ്ങ് മാറി. ദൈവത്തിൽ നിന്ന് മാറി മോനിലോട്ടാകാൻ ദൈവത്തിനൊരു സംശയം. ഒന്നാമത്തെ കൽപ്പന ലംഘിക്കപ്പെട്ടോ എന്നൊരു സംശയം. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഈ പരിപാടി നടക്കത്തില്ല. പിന്നെന്താ പറഞ്ഞത്? നിൻ്റെ മകനെ എനിക്ക്, അങ്ങനെയാണോ പറഞ്ഞേ? അബ്രഹാമേ, നിൻ്റെ മകനെ എനിക്ക് മോറിയാമലയിൽ കൊണ്ട് യാഗം കഴിക്കണം, അങ്ങനെയാണോ പറഞ്ഞേ? എന്താ അറിയാം, പറഞ്ഞേച്ച് പോച്ചല്ലേ, ഞങ്ങൾക്കറിയാവോ എന്തോ പറഞ്ഞത്. അബ്രഹാമേ, നിൻ്റെ മകനെ എനിക്ക് മോറിയാമലയിൽ യാഗം കഴിക്കണമെന്ന് പറഞ്ഞാൽ അന്നേരം അബ്രഹാം പറഞ്ഞതിന് എന്തിനാ കർത്താവേ അവിടെ വരെ പോകുന്നത്? ഏതാണ്ട് ആർക്ക് വേണ്ടി കൊടുക്കാൻ ഒരു പയ്യൻ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഇസ്മായിലിനെ തട്ടിയേനെ. അത് പറയാമെന്നറിയാവുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, നിൻ്റെ ഏകജാതനായ മകനെ ഇസാക്കിനെ തന്നെ. ദൈവം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നവനാണ്. അബ്രഹാമേ, നിൻ്റെ ഏകജാതനായ മകനെ ഇസാക്കിനെ തന്നെ എനിക്ക് മോറിയാമലയെ കൊണ്ടുപോയി യാഗം കഴിക്കണം. ദൈവത്തോടുള്ള യാത്ര സുഖമാണോ? ദൈവത്തോടുള്ള യാത്ര സുഖകരമാണോ? വേദനാജനകമാണ്. അവർ ഗോഡ് ഈസ് എ ഡിമാൻഡിങ് ഗോഡ്. നമ്മുടെ ദൈവം ചിലതൊക്കെ നമ്മളോട് ചോദിക്കും. നമുക്ക് എപ്പോഴും സപ്ലൈയിങ് ഗോഡിനെയാണ് ഇഷ്ടം. സപ്ലൈ ചെയ്യുന്ന വയറുവേദന മാറ്റണം, പല്ലുവേദന മാറ്റണം, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ജോലി. അല്ല, ദൈവം നിങ്ങളുടെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കും. നിന്റെ മകനെ എനിക്ക് വേണം. ഈ പള്ളിയിൽ നിന്ന് വലിയൊരു സുവിശേഷ വേലക്കാരുണ്ടോ? ഈ പള്ളിയിലെ അംഗങ്ങളിൽ അച്ഛന്മാരുണ്ടോ? ഒരാളുണ്ട്. ഒരാൾ അച്ഛൻ കൊള്ളാം. 130 വീട്, ഒരാൾ.
നല്ലതായിരിക്കുന്നു. ദൈവം ചോദിക്കുമ്പോൾ ഞാൻ കുവൈറ്റിൽ പ്രവർത്തിച്ചിരുന്നു 3 വർഷം. കുവൈറ്റിൽ വലിയ ഇടവകയാണ്, 10,000 വീടുള്ള ഇടവക. ഇപ്പം അത് 7 മാറി. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രസംഗകരെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് ഇളക്കി മറിക്കും, കൺവെൻഷനൊക്കെ. അങ്ങനെയുള്ളവരെ അവിടെ കൊണ്ടുപോകത്തുള്ളൂ. ഇളക്കി മറിക്കുമ്പോൾ ആളുകളെല്ലാം കയറി പിള്ളേരെയൊക്കെ അങ്ങ് സമർപ്പിക്കും സുവിശേഷ വേലയ്ക്ക്. ഞാനുള്ളപ്പോൾ 43 പേരെയാണ് സമർപ്പിച്ചിരുന്നത്. 43 പേരെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചേക്കുവാണ്. കാര്യം അങ്ങ് മാനസാന്തരപ്പെട്ടതാണ് അപ്പനും അമ്മയും. അപ്പോൾ ഈ ബിഷപ്പുമാരൊക്കെ വരുമ്പോൾ ഈ 43 എണ്ണത്തിനെയും കൊണ്ട് വന്ന് ഞാൻ തലയിലൊക്കെ കൈവെപ്പിക്കുക. എന്തൊരു പണിയാണെന്നറിയാമോ? തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. ഇവിടെ ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഈ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നവരുടെ ഒരു ഫെലോഷിപ്പുണ്ട്, ഹോം ലാൻഡ് ഫെലോഷിപ്പ്. ചരൽക്കുന്നിലൊക്കെയാണ് കൂടുന്നത്. ഉച്ചവരെ ധ്യാന പ്രസംഗമൊക്കെയാണ്. ഉച്ച കഴിഞ്ഞ് ഈ പിള്ളേരെക്കുറിച്ചുള്ള കാര്യം അതിനുവേണ്ടി അവിടെ കൂടുന്നത് തന്നെ പൊണ്ണക്കാര്യം പറയാൻ. അപ്പോൾ മൈക്ക് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ മോന് ബ്രൂണയിലാണ്, നാളെ അവൻ ബോട്സ്വാനായിക്ക് പോകും, മറ്റന്നാൾ പാരീസിന് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചു വിടുകയാണ്. ആരെന്നറിയാമോ? സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച പുള്ളികളാണ് പലരും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ബാവു പുല്ലാട് ഉപദേശിച്ച് വന്നപ്പോൾ അവനെ അല്ലയോ പോട്ടെ, അതൊക്കെ അന്നല്ലേ പോട്ടച്ചാൻ അച്ഛൻ്റെ പിള്ളേർ. ഞാൻ പറഞ്ഞു 2 പേര് സുവിശേഷ വേല അച്ഛാ നല്ലത്. അച്ഛൻ്റെ പിള്ളേർ പൊക്കോണം സുവിശേഷ വേലയ്ക്ക്, ഞങ്ങളുടെ പിള്ളേർ ബോട്സ്വാനായി നടക്കും. ദൈവത്തിൻ്റെ അടുത്ത് കള്ളപ്പനി പാടി നടക്കത്തില്ല. അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗം കഴിക്കണം. വേദനയോടെ ആണേലും ആ യാത്ര മോറിയാമലയുടെ ഉച്ചിയിലെത്തി. യാഗപീഠം ഒരുക്കി. എന്നിട്ട് വയോധികനായ അപ്പൻ അബ്രഹാം മോനോട് പറഞ്ഞു, മോനെ കയറി കിടക്കടാന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓർക്കും, നമ്മുടെ വല്ല പിള്ളേരാണെങ്കിൽ അവിടെ യാഗം നടക്കുമോ? നിങ്ങളുടെ മക്കളാണെങ്കിൽ അവിടെ യാഗം നടക്കുമോ? അവർ പറഞ്ഞു, പപ്പ കിടക്കുക, ഏതായാലും കടുംവട്ടായല്ലോ, ഞാനൊരു യാഗം നടത്തട്ടെന്ന് പറഞ്ഞു. ഏതായാലും പോകാറായല്ലോ, പപ്പ കിടക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇസാക്ക് അബ്രഹാമിനെ അനുസരിച്ചത്? എന്തുകൊണ്ടാണ് ഇസാക്ക് അബ്രഹാമിനെ അനുസരിച്ച്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ മരിക്കാൻ തയ്യാറായത് എങ്ങനെയാണ് ഇസാക്ക്? അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ് ഇസാക്ക് അബ്രഹാമിനെ അനുസരിച്ചത്. ദൈവത്തെ അനുസരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കും. ഏതേലും മക്കൾ അനുസരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, ഇസാക്ക് അബ്രഹാമിനെ അനുസരിച്ചു. ആ കുഞ്ഞിൻ്റെ നേരെ വാളോങ്ങി. ദൈവം ഭയന്നു പോയ ഏക നിമിഷമേ വേദപുസ്തകത്തിലുള്ളൂ, അതിവിടെയാണ്. അബ്രഹാം അല്ല ഭയം, ദൈവം. അബ്രഹാമേ അരുത് അരുത് എന്ന് പറഞ്ഞു ബാലൻ്റെ മേൽ കൈവെക്കരുതെന്ന് അബ്രഹാമിൻ്റെ കയ്യെ കയറി പിടിച്ചു. ഈ സംഭവം ഒരു മാർത്തോമാ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു ടീച്ചർ. 4 വയസ്സുള്ള കൊച്ചു പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്, നേഴ്സറി ക്ലാസ്സുകാരെ പഠിപ്പിക്കുകയാണ്. ആ ടീച്ചർ സ്കൂളിലെ ടീച്ചറാണ്, ഭയങ്കര മിടുക്കിയാണ് പഠിപ്പിക്കുക. ആക്ഷനൊക്കെ കാണിച്ച് പഠിപ്പിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ 4 പേരെ പഠിപ്പിക്കുകയാണ്. അബ്രഹാം അപ്പച്ചൻ ഇസാക്ക് അച്ചാച്ചനെ ഇങ്ങോട്ട് ബലിപീഠത്തിലോട്ട് കിടത്തി. ഇസാക്ക് അച്ചാച്ചൻ്റെ കഴുത്തിന് നേരെ വാളോങ്ങി. അന്നേരം ഒരു മാലാഖ വന്നിങ്ങനെ അങ്ങ് പിടിച്ചു. ഒരു കുഞ്ഞ് ഭയങ്കര കരച്ചിലും തുടങ്ങി. ഒരു കുഞ്ഞ് ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങി, പൊട്ടിക്കരയുകയാണ്, ഭയങ്കര ഏങ്ങലടിച്ചാൽ കരയാണ്. ടീച്ചർ അങ്ങ് പേടിച്ചു, എന്തോ ജനി പേടിച്ചു പോയതാണോ കുഞ്ഞ്. മറ്റു കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പം. ഒരു കുഞ്ഞങ്ങ് ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്തിനാ മോളെ കരയുന്നേ? ടീച്ചർ ആൻറ്റി ആ മാലാഖ താമസിച്ചാൽ എന്തോ ഇതേനി? ആ മാലാഖ ശരിയല്ലേ? നല്ല ചോദ്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ആ മാലാഖ അല്പം താമസിച്ചാൽ എന്തോ ഇതേനി? ടീച്ചർ പറഞ്ഞില്ല മോളെ, മാലാഖ ഒരിക്കലും താമസിക്കില്ല. തക്ക സമയത്ത് വിടുവിക്കുന്നവനായ ദൈവം. അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കുന്ന തല പൊക്കി നോക്ക. 22:13 ഉൽപ്പത്തി 22:13. എപ്പോഴും തലപൊക്കി നോക്കുന്നവനായ പാരമ്പര്യമുള്ള അബ്രഹാമേ, നിന്റെ ജീവിതത്തിൽ ഈ കൂരിട്ടിൻ്റെ മധ്യത്തിൽ തലപൊക്കി നോക്ക്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ളവന് മാത്രമേ ഏറ്റവും വേദനയുടെ മധ്യത്തിൽ തലപൊക്കി നോക്കാൻ സാധിക്കത്തുള്ളൂ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്ന ആട്ടുകൊറ്റനെ കണ്ടു. അതിനെ എടുത്ത് യാഗം കഴിച്ചു. എന്നിട്ട് അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു.
ഇതിൻ്റെയൊക്കെ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോറിയ മലയുടെ തൊട്ട് മേളിലാണ് കാൽവറി. കാൽവറി മല തൊട്ട് മേളിലാണ്. ആത്മീയ അർത്ഥം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവയിരെ ദൈവം കരുതുന്നവനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ദൈവം കരുതുന്നവനാണ്, യഹോവ ഇരേ എന്ന് സാക്ഷിക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് മറക്കാതെ നിങ്ങളുടെ അടുത്ത തലമുറയോട് പറയണം. ഓർമ്മകളുണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ 1556 പ്രാവശ്യമുണ്ട് ഓർമ്മ എന്നുള്ള പദം. നിങ്ങൾ ഓർത്തെടുക്കണം. 30 വർഷം മുമ്പ് നിങ്ങൾ ആരായിരുന്നു, നമ്മൾ ആരായിരുന്നു, നമ്മുടെ വീടിൻ്റെ സ്ഥിതി എന്തായിരുന്നു, ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പുലർത്തിയവനായ ദൈവത്തെക്കുറിച്ച് മക്കളോട് പറയണം. മാതാപിതാക്കൾ സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കണം. ബാലരമയിലെ കഥയല്ല പറയേണ്ടത്. ദൈവം നിങ്ങളെ നടത്തിയ വഴികളെക്കുറിച്ച് പറയണം. ഇല്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു വാസസ്ഥലം നമുക്ക് കർത്താവ് ഒരുക്കുന്നു. സ്വർഗീയ ദർശനത്തിൽ കാണണം. ദൈവ ശില്പിയായ നമ്മുടെ അടിസ്ഥാനങ്ങളുള്ളതായ ഒരു നഗരത്തിനായി കാത്തിരിക്കണം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൽദയരുടെ ഊരിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ അങ്ങനെ ഒരു നഗരം കണ്ടിട്ടില്ല. എന്നാൽ ദർശനത്താൽ കണ്ടു. അത് സാധ്യമായത് യോശുവയുടെ കാലത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തണം. എങ്ങോട്ടാണ് യാത്ര? ദൈവം എനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന, ശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാന നഗരത്തിൻ്റെ അവകാശിയാകുവാൻ വേണ്ടി ഞാൻ പോകുന്നു. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനിയോട് ഒരു പത്രപ്രവർത്തകൻ ഒരു ദിവസം രാവിലെ 11 മണിക്ക് ചോദിച്ചു. രാവിലെ 11 മണിക്ക് വത്തിക്കാൻ സിറ്റി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയോധികനായ ബിഷപ്പ്. അപ്പോൾ ഒരു പശ്ചാത്തലവും ഇല്ലാതെ ബിരുദനായൊരു പത്രക്കാരൻ ചോദിക്കുകയാണ്, തിരുമേനി ഇപ്പം മരിച്ചാൽ എന്തോ ചെയ്യും? വയോധികനായ ബിഷപ്പിനോട് ചോദിക്കുക, ഇപ്പം മരിച്ചാൽ എന്തോ ചെയ്യും? തിരുമേനി കൂളായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, സഹോദര, ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം ഞാൻ കഴിച്ചത് വത്തിക്കാൻ കൊട്ടാരത്തിൽ നിന്നാണ്. എന്നിട്ട് അയാളോട് തന്നെ ഇപ്പം സമയം എന്തോ ആയി? അയാൾ നോക്കിയിട്ട് പറഞ്ഞു 11 മണിയായി. ഇപ്പോൾ 11 മണിയായല്ലോ. ഇപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ ഉച്ചഭക്ഷണം യേശുവിനോട് കൂടെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ നാളത്തെ പ്രഭാത ഭക്ഷണം യേശുവിനോടായി. ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് നമ്മൾ ആശ്രയിക്കണം. ദൈവം എനിക്ക് വേണ്ടി ഒരു നഗരം പണിയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കും. ഞാൻ ഭയപ്പെടാനൊന്നും പറയുകയല്ല. ഈ രാത്രി നിൻ്റെ ജീവനെ ചോദിച്ചാൽ നിത്യത എവിടെ കഴിയും? ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നവരാണോ നമ്മൾ? കണ്ണുയർത്തി നോക്കണം, തലയുയർത്തി നോക്കണം. അബ്രഹാം തലയുയർത്തി നോക്കി, വിളിച്ചിറക്കിയവനായ ദൈവത്തെ നോക്കി, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. അബ്രഹാം തലയുയർത്തി നോക്കിയപ്പോൾ വസ്തു, ഞാൻ ഇതെല്ലാം നിനക്ക് തരാൻ പോകാണെന്ന് പറഞ്ഞ ആ വലിയൊരു വാഗ്ദത്തം കിട്ടി. തുടർന്ന് മക്കളില്ലാതിരുന്ന് വിഷമിച്ച കാലത്ത് മക്കളെ കിട്ടുമെന്നുള്ള വാഗ്ദത്തം കിട്ടി. മോനെ യാഗം കഴിക്കേണ്ടതായിട്ട് വന്നപ്പോൾ അവന് ഒരു ആട്ടുകൊറ്റനെ കിട്ടി. അതിലുപരിയായി കൂടാരങ്ങളിൽ മാത്രം താമസിച്ചവനായ അബ്രഹാം വിശ്വാസത്താൽ കണ്ടു ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ നഗരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ ജീവിതാർത്ഥം തുടരാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യ ആ നഗരത്തെക്കുറിച്ച് ഉറപ്പോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ.